നമസ്കാരം. അങ്ങനെ ഗുജറാത്ത് vs RR മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഗുജറാത്ത് ഭംഗിയായിട്ട് RRനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ഗോൾഡ് ലെവൽ ക്രിക്കറ്റാണ് ഇപ്പോൾ ഗുജറാത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് നെഹ്റാജിയുടെ അണ്ടറിൽ. പ്രത്യേകിച്ച് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, റാഷിദ് ഖാൻ, സായി കിഷോർ എല്ലാവരും അന്യായ ഫോമിലാണ്. അതുപോലെ തന്നെ എന്ത് പ്ലാനിങ് ആണ് അവരുടെ ഫീൽഡിംഗ് ആയാലും, അതുപോലെ തന്നെ ഓരോ വിക്കറ്റ്സ് എടുക്കുന്നത്. ഇന്ന് തന്നെ ജയ്സ്വാളിന്റെ വിക്കറ്റ് എടുത്തത്, റാണയുടെ വിക്കറ്റ് എടുത്തത്, പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങും പ്രോപ്പറായിട്ടുള്ള എക്സിക്യൂഷനും കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് GT. ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച ബോളിംഗ് യൂണിറ്റ് എന്ന് വേണമെങ്കിൽ ഇവരെ പറയാൻ പറ്റും. കാരണം സിറാജ് ആയാലും പ്രസിദ്ധ് കൃഷ്ണ ആയാലും ഇന്ന് എറിയുന്നത് എക്കണോമിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 6 പ്രസിദ്ധ് കൃഷ്ണയാണ്. സിറാജിന് നോക്കുകയാണെങ്കിൽ 7.5 ആണ്. അത്രയും സിറാജൊക്കെ RCBയിൽ ചെണ്ടായിട്ട് കിടന്ന ബോളറാണ്. ആ നെഹ്റയുടെ അണ്ടറിൽ വന്നിട്ട് വേറെ ലെവൽ പെർഫോമൻസ് ആണ് ബോളിംഗിൽ ഇവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റാഷിദ് ഖാൻ പതിയെ ഫോമിലേക്ക് വരുന്നുണ്ട്. ഇന്ന് 2 വിക്കറ്റ് ഇട്ടു. അതുപോലെ തന്നെ സായി കിഷോർ എക്സെപ്ഷണൽ ആയിട്ടൊരു ബോളിംഗ് ലൈനപ്പാണ്. ഇനി റബാഡയും കൂടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. അതുപോലെ തന്നെ മൊത്തത്തിൽ ഇവരുടെ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ അത് ബോളിംഗിൽ മാത്രമല്ല ടോട്ടലി ബാറ്റിംഗിലായാലും ഒരു രക്ഷയില്ല. ടോപ്പ് ക്ലാസ് ടീം തന്നെയാണ് ഗുജറാത്ത്. സായി സുദർശന്റെ സൂപ്പറായിട്ടുള്ള ബാറ്റിങ്ങിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം RRന്റെ ടീമിലേക്കൊന്ന് വരാം. ഇന്നത്തെ ടീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹസരംഗ കളിച്ചില്ല, എന്തോ പേഴ്സണൽ റീസൺ ആയിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹസരംഗ കളിക്കാതിരിക്കുമ്പോഴത്തേക്ക് RRന്റെ ബാറ്റിംഗ് ഭയങ്കരമായിട്ട് വീക്കാവാണ്. കാരണം ഹസരംഗ ആർച്ചർ ഉള്ളതുകൊണ്ടാണ് ആ ഒരു 8th ബാറ്റ്സ്മാൻ്റെ ഒരു ഗ്യാപ്പ് ഇവർ ഫില്ല് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഹസരംഗ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാറ്റിങ്ങിലും വീക്കായി, അതുപോലെ തന്നെ ബോളിംഗിൽ മിഡിൽ ഓവേഴ്സിൽ വിക്കറ്റ് എടുക്കാൻ ആളും ഇല്ലാതായി പോയി. ഒരു 14 ഓവർ വരെയൊക്കെ GTയുടെ 2 വിക്കറ്റേ പോയിട്ടുള്ളായിരുന്നു ശരിക്കും. അതുപോലെ തന്നെ കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തുഷാർ ദേശ്പാണ്ഡെയുടെ ബോളിംഗ്. എക്കണോമി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 13 മേളിലാണ്. 53 റണ്ണാണ് കൊടുത്തത് 4 ഓവറിൽ, 2 വിക്കറ്റ് ഇട്ടു. പണ്ടും ഇതുപോലെ തന്നെയാണ് ഇത്രയും റൺസ് കൊടുക്കുന്ന ഒരു ബോളർ. എക്സ്ട്രാസ് ഇന്ന് RR എന്തോ 19 എക്സ്ട്രാസ് എന്തോ അറിഞ്ഞത്. അങ്ങനെ എക്സ്ട്രാസ് പറഞ്ഞ് തുഷാർ ദേശ്പാണ്ഡെ പോലുള്ള ബോളേഴ്സ് എക്സ്പെൻസീവായി എല്ലാം കൂടെ കൂടുമ്പോഴത്തേക്ക് സ്കോർ ഇത്രയും പോകുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഇനി സായി സുദർശനിലേക്ക് വരാം. ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കളിക്കുന്ന മറ്റൊരു ബാറ്റ്സ്മാൻ ഈ സീസണിലില്ല. എന്ത് രസമാണ് ബാറ്റിംഗ് കാണാനായിട്ട്. ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും ഷോട്ട്സ് കളിക്കുന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ഹിറ്റിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ റൺസ് ഒരു സ്ട്രൈക്ക് റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ 150 മുകളിലുണ്ട്. എലഗന്റ് ആയിട്ടുള്ള ബാറ്റിംഗ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. സായി സുദർശൻ ആ ഒരു ഇന്നിങ്സ് കളിച്ചുകൊണ്ട് അങ്ങനെ ആങ്കർ ചെയ്ത് കളിച്ചതുകൊണ്ടാണ് ഗുജറാത്ത് ഇങ്ങനെ ഒരു സ്കോറിലേക്ക് അവസാനം വന്നിട്ട് തെവാട്ടിക്കൊക്കെ അടിക്കാനായിട്ട് പറ്റിയത്. എല്ലാത്തരം ഷോട്ട്സും ഉണ്ട് സായി സുദർശൻ്റെ കയ്യിൽ. അതായത് കവർ ഡ്രൈവ് അടിക്കണമെന്നുണ്ടെങ്കിൽ കവർ ഡ്രൈവ് അടിക്കും, പിക്കപ്പ് ഷോട്ട് അടിക്കും, അതുപോലെ പുള്ളടിക്കും. ഇനി ലാപ്പ് ഷോട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് ലാപ്പ് ഷോട്ട് കളിക്കും, സ്ട്രൈറ്റ് ഡ്രൈവ്, അങ്ങനൊന്നും വേണ്ട. ഒരു ബാറ്റ്സ്മാന് കളിക്കാൻ പറ്റുന്ന മോഡേണോ അല്ലെങ്കിൽ ക്ലാസിക്കോ ആയിട്ട് കളിക്കാൻ പറ്റുന്ന എല്ലാ ഷോട്ട്സും സായി സുദർശൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഈ ബാറ്റ്സ്മാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ്. അതുപോലെ GTയുടെ ബാറ്റിംഗിൽ ഈ ടോപ്പ് 3ക്ക് വലിയ ഇമ്പോർട്ടൻസ് ആണ്. ഇവർ 3 പേരിൽ ഏതെങ്കിലും 1-2 പേര് എല്ലാ മാച്ചിലും പെർഫോം ചെയ്യും. ഇന്ന് സായി സുദർശൻ കളിച്ചു, അതുപോലെ തന്നെ ബട്ട്ലർ ചെറിയൊരു ഇന്നിങ്സ് കളിച്ചു, ശുഭ്മാൻ ഗിൽ കളിച്ചില്ല. ഇതിൽ ഇവർ 3-ൽ ഏതെങ്കിലും ഒരാൾ ആങ്കർ ചെയ്ത് ഒരു 11-12 ഓവർ വരെയൊക്കെ കളിക്കുന്നതാണ് GTയുടെ ബാറ്റിംഗിൽ ഏറ്റവും വലിയ സ്ട്രെങ്ത്. താഴേക്ക് നോക്കുകയാണെങ്കിൽ അത്ര വലിയ ബാറ്റിംഗ് ലൈനപ്പ് ഒന്നുമില്ല, പക്ഷേ ഇതുവരെയുള്ള എല്ലാ മാച്ചിലും അത്യാവശ്യം നന്നായിട്ട് ഇവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്ന് ജോസ് ബട്ട്ലർ 36 റൺ അടിച്ചു 25 ബോളിൽ. അതുപോലെ തന്നെ ഷാറുഖ് ഇന്ന് നല്ലൊരു പെർഫോമൻസ് നടത്തി. ഇത്രയും മാച്ചിൽ പെർഫോം ചെയ്യാത്തൊരു ബാറ്റ്സ്മാനാണ്. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ കഴിഞ്ഞ കളിയിൽ ഇത്രയും നന്നായിട്ട് കളിച്ച വാഷിംഗ്ടൺ സുന്ദറിനെ അവർ പുറത്തിരുത്തി. ഇന്ന് ഷാറുഖ് നന്നായിട്ട് പെർഫോം ചെയ്തു. കറക്റ്റായിട്ടുള്ള റോൾ സെറ്റ് ചെയ്തിട്ട് ഓരോ മാച്ചിനനുസരിച്ച് ഇവർ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ ഇല്ലാതിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. കഴിഞ്ഞ മാച്ചിൽ ഇത്രയും നന്നായിട്ട് കളിച്ചൊരു ബാറ്റ്സ്മാനെ കളിപ്പിച്ചില്ല, പക്ഷേ അവർ കളി ജയിച്ചു. അതുപോലെ തന്നെ തെവാട്ടി ഇന്നൊരു നല്ലൊരു ഇന്നിങ്സ് കളിച്ചു. 12 ബോൾ 24 റൺ അടിച്ചു. റുത്തർഫോർഡ് ഇന്ന് അടിച്ചില്ല, തെവാട്ടി ഒന്ന് അടിച്ചു. ഏതെങ്കിലും ഒരാൾ വന്നിട്ട് അവർക്ക് വേണ്ട സമയത്ത് ആ ഒരു പൊസിഷനിൽ പെർഫോം ചെയ്യും, എല്ലായിടത്തും ടോപ്പിലും മിഡിലും അതുപോലെ തന്നെ ഫിനിഷിംഗിൽ. അതാണ് GTയുടെ ബാറ്റിംഗ് ലൈനപ്പിന്റെ ഒരു പ്രത്യേകത. ഇനി RRന്റെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്നിങ്സ് കളിച്ചു. അതായത് 41 റൺ അടിച്ചു 28 ബോളിൽ. ഹെഡ്മേർ ഒരു 52 അടിച്ചു 32 ബോളിൽ. റയാൻ പരാഗ് ഒരു 26 അടിച്ചു 14 ബോളിൽ. എല്ലാവരും നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നതിൽ തോന്നി. എനിക്ക് സ്കോർ ബോർഡിൽ ഇത്രയും വലിയൊരു ടോട്ടൽ കണ്ടപ്പോഴത്തേക്ക് ആ ഒരു പ്രഷർ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സംഭവിച്ചത്. ഒന്നാമത് ഇവർക്ക് ഡെപ്ത് താഴേക്ക് വരുമ്പോൾ ഇന്നത്തെ ദിവസം ഇല്ലായിരുന്നു. ടോപ്പ് ഓർഡറിലെ ബാറ്റ്സ്മാർ പെട്ടെന്ന് തന്നെ 1-2 വിക്കറ്റ് പെട്ടെന്ന് പോയി. ഒന്ന് യശസ്വി ജയ്സ്വാലും പോയി, റാണയും പോയി. അതിനുശേഷം സഞ്ജുവും പരാഗും കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പരാഗ് പെട്ടെന്ന് ഔട്ടായി പോയി. പരാഗ് കുറച്ച് ഷോട്ട്സ് കളിച്ചു, ഒരു ഫ്ലിക്ക് പോലുള്ള ഒരു 3 6 അടിച്ചു. ഒരു രക്ഷയില്ല. നല്ല ടച്ചിലുള്ള പോലെ തോന്നിയിട്ട് വന്നതാണ്, പക്ഷേ നിർഭാഗ്യവശാൽ അതൊരു സംശയത്തിൻ്റെ നിലയിലുള്ള ഒരു വിക്കറ്റായിരുന്നു. അത് ഔട്ടായി പോയി. ധ്രുവ് ജുറേലിനെ പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ റെഗുലറായിട്ട് ഇവരുടെ വിക്കറ്റ് പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ട് ഒരു സ്കോറിങ് ആ ഒരു പ്രോപ്പറായിട്ട് പോകാനായിട്ട് പറ്റിയില്ല. പിന്നീട് ഹെഡ്മേറും സഞ്ജുവും കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ സഞ്ജു സാംസണെയും പ്രസിദ്ധ് കൃഷ്ണ ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്ത് എടുത്തു. അതിനുശേഷം പിന്നെ ഹെഡ്മേറിന് വലിയ ചാൻസ് ഇല്ലായിരുന്നു. വാലറ്റത്തെ വെച്ച് കളിക്കാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ടായിരുന്നു. പിന്നീട് പൊഴിഞ്ഞു പോയി. ഇനി 2 ടീമിന്റെയും ഇന്നിങ്സ് ഫേസുകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ GT 56-1 പവർ പ്ലേ കഴിഞ്ഞപ്പോൾ. രാജസ്ഥാൻ റോയൽസ് 57-2. അവിടെ വലുതായിട്ട് വ്യത്യാസം വന്നില്ല. ഒരു 2 വിക്കറ്റ് പോയി എന്നുള്ളൂ രാജസ്ഥാൻ റോയൽസിന്. പക്ഷേ മിഡിൽ ഓവേഴ്സിലാണ് ഏറ്റവും പണി കിട്ടിയത്. GT 14 ഓവർ കഴിഞ്ഞപ്പോൾ 140-2 അതായത് കറക്റ്റ് 10 റൺ വെച്ച് റൺ റേറ്റും കീപ്പ് ചെയ്യുന്നുണ്ട്, വിക്കറ്റും പോയിട്ടുണ്ട്.
പോയിട്ടില്ല. അതേസമയം രാജസ്ഥാൻ 14ാമത്തെ ഓവറായപ്പോഴത്തേക്ക് 127-ന് 6 വിക്കറ്റ് നഷ്ടപ്പെട്ടു. ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെടലാണ് ആറാറിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയത്. പിന്നീട് GT 217 കഴിക്കുകയും രാജസ്ഥാൻ റോയൽസ് 159-ന് ആൾ ഔട്ട് ആവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഫേസസ് വെച്ചിട്ട് ആർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഗുലർ ഇന്റർവെൽസിൽ വിക്കറ്റ് പോയതാണ് മെയിൻ റീസൺ. ഇനി ബോളിംഗിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കൊടുത്ത 19 എക്സ്ട്രാ റൺസ്, അതുപോലെ തന്നെ 1-2 ബോളേഴ്സ് എക്സ്പെൻസീവ് ആയതും ഇവർക്ക് പണിയായി. ആറാറിന്റെ ഇന്നത്തെ ബാറ്റിംഗിൽ സഞ്ജു സാംസൺ, ഹെഡ്മയർ, പരാഗ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചു. പക്ഷേ അവരുടെ ഒരു ടോപ്പ് 3 കുറച്ചും കൂടെ ഡീപ്പായിട്ട് ബാറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇവർക്ക് താഴേക്ക് വരുമ്പോൾ ഹെഡ്മയർ മാത്രമേ ഉള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പ് 3 നന്നായിട്ട് പെർഫോം ചെയ്തേ പറ്റത്തുള്ളൂ. അതുപോലെ ധ്രുവ് ജുറേലിന്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ആറാറിന്റെ സൈഡിൽ. ആറാറിന് കൺസിസ്റ്റന്റ് ആയിട്ട് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാച്ചിലും ധ്രുവ് ജുറേൽ പെർഫോം ചെയ്തേ പറ്റും. ആ മിഡിൽ ഓർഡറിൽ ധ്രുവ് ജുറേലിന്റെ റോള് ഭയങ്കര വലുതാണ്. കാരണം ഓവർസീസ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ ഹെഡ്മയർ മാത്രമേ ഉള്ളതുകൊണ്ട് ആ ഒരു ഭാരം മൊത്തം ധ്രുവ് ജുറേലിനാണ്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് ഇന്നില്ലാതിരുന്നതും വലിയൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ വേറെ കാര്യം, ആർച്ചർ ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തു. ആദ്യത്തെ ഒരു 2 മാച്ച് ആർച്ചർ ബോൾ ചെയ്യുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 മാച്ചിൽ ആർച്ചർ ബോൾ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. സൂപ്പറായിട്ട് പവർ പ്ലേ ബോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് 4 ഓവറിലാകെ 30 റണ്ണെന്തേ കൊടുത്തുള്ളൂ. എക്സ്പെൻസീവ് ആവുന്നില്ല. സോ അത് ആറാറിനെ സംബന്ധിച്ച് വലിയ പോസിറ്റീവാണ്. ഇനി GTയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആശിഷ് നെഹ്റയ്ക്ക് കൃത്യമായിട്ട് ക്രെഡിറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. പ്രോപ്പറായിട്ട് പ്ലാനിങ് നടക്കുന്നുണ്ട്, പ്രോപ്പറായിട്ട് റോൾ അസൈൻ ചെയ്യുന്നുണ്ട് ഓരോ പ്ലേയേഴ്സും. അതുപോലെ തന്നെ ബോളേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്ന രീതി, അവർ പെർഫോം ചെയ്യുന്ന രീതി, അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് ആശിഷ് നെഹ്റയ്ക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ GT ആറാറിനെ ഔട്ട് പ്ലേ ചെയ്തെന്ന് പറയാം. ആറാറിന് ഇനി ഒരു തിരിച്ചുവരവ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹസരംഗ തിരിച്ചു വരണം. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുപോലെ തന്നെ ദേശ്പാണ്ഡെയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. എനിക്ക് തോന്നുന്നത് മധ്യവാളിനെ കളിപ്പിക്കാം എന്ന് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും ഞാൻ ആദ്യം തൊട്ട് എൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ് മധ്യവാളിനെ കളിപ്പിക്കണമെന്ന്. ഇത്ര എക്സ്പെൻസീവ് ആവത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനി GTയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അൺസ്റ്റോപ്പബിൾ ആയിട്ടാണ് GT പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ലെവൽ ടീം, മൊത്തത്തിൽ ബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നു. ഇനി റബാഡയും കൂടെ വരുമ്പോഴത്തേക്ക് അവർ വേറെ ലെവലിലേക്ക് പോകും, അൺസ്റ്റോപ്പബിൾ ആയിട്ട് മാറും. അവരുടെ ഒരു പ്ലേ ഓഫ് ഇപ്പം തന്നെ ഏകദേശം സോളിഡായിട്ട് അവർ ഉറപ്പിച്ച പോലെ തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് RR vs GT മാച്ചിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു IPL റിലേറ്റഡ് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.